കഴിഞ്ഞ ദിവസങ്ങളിൽ കരീഷ്മ കപൂറിനും കുടുംബത്തിനും വിൽ സംബന്ധമായ തർക്കം നടന്നതായി വാർത്തകളിൽ വന്നിരുന്നു. പക്ഷെ ഒരു ചോദ്യം, വിൽ എഴുതേണ്ടത് പണമുള്ളവർ മാത്രമാണോ? അല്ല, ആരായാലും നിങ്ങൾക്ക് ഒരു വീട്, ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ പോലും വിൽ എഴുതേണ്ടത് അത്യാവശ്യമാണ്. പലർക്കും തോന്നും നോമിനി ഉണ്ടല്ലോ അത് മതിയെന്ന്. പക്ഷേ നോമിനി വെറും ടെമ്പററി കെയർടേക്കർ മാത്രമാണ്. ആസ്തി യഥാർത്ഥത്തിൽ ആരുടെ പേരിൽ പോകണമെന്ന് വിൽ മാത്രമേ വ്യക്തമാക്കൂ. വിൽ എഴുതുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ പേര്, മേൽവിലാസം എന്നിവ എഴുതുക. വീടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, സ്വർണം തുടങ്ങിയ അസറ്റുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. ആർക്ക് എന്ത് നൽകണമെന്ന് വ്യക്തമായി എഴുതുക. 2 സാക്ഷികളുടെ മുന്നിൽ വെച്ച് ഒപ്പിടുക. സ്റ്റാമ്പ് പേപ്പർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് വേണമെന്ന് നിർബന്ധമില്ല. രജിസ്റ്റർ ചെയ്യണമെന്നും നിർബന്ധമില്ല. അസറ്റ്സിൽ മാറ്റം വന്നാൽ എപ്പോഴും വിൽ അപ്ഡേറ്റ് ചെയ്യുക. വിൽ പണം പങ്കിടാനുള്ള രേഖയല്ല, പ്രിയപ്പെട്ടവരുടെ ജീവിതം ലളിതമാക്കാനുള്ള വാഗ്ദാനമാണ്. ഇൻഡെക്സ് ഫണ്ട് സഹിയയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് സമ്പത്ത് സൃഷ്ടിക്കുന്ന പോലെ തന്നെ അത് സംരക്ഷിക്കുന്നതും ഒരു ബുദ്ധിപൂർവമായ തീരുമാനമാണെന്നാണ്. ഇനിയും ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ഇൻഡെക്സ് ഫണ്ട് സഹിയ. ഇൻഡെക്സ് ഫണ്ട് ശരിയാണ്. താങ്ക് യു സോ മച്ച്.